ഈ നൃത്തം കണ്ടാൽ ഒരുപക്ഷേ പ്രത്യേകതകൾ തോന്നണമെന്നില്ല. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ശ്രദ്ധ ഈ നൃത്തത്തിലേക്ക് പതിഞ്ഞു കഴിഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ഗാനത്തിനൊപ്പം വെറുതെ ചുവടുവയ്ക്കുന്ന നൃത്തരൂപമല്ല ഇത്. ഈ ചുവടുവയ്ക്കുന്നവരാരും ഈ ഹിറ്റ് പാട്ടിൻ്റെ വരികൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. കാരണം അവരെല്ലാവരും കേൾവി പരിമിതരായ ബിരുദ വിദ്യാർത്ഥികളാണ്. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ എബിലിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ. അവർ ചുവടുവെച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന കേൾവി പരിമിതരായ ആളുകൾക്കു വേണ്ടിയാണ്. ലക്ഷ്യം 2026 ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനത്തിൻ്റെ സന്ദേശം കേൾക്കാൻ കഴിയാത്തവരിലേക്ക് ആംഗ്യത്തിലൂടെ എത്തിക്കുക എന്നതാണ്. പ്രശസ്ത ഗായിക ഷക്കീറയും നൈജീരിയൻ ഗായകൻ ബർണ ബോയിയും ചേർന്ന് ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിനായി ഒരുക്കിയ ഗാനം ഇന്ത്യൻ ആംഗ്യ ഭാഷയിൽ ചിത്രീകരിച്ചതാണിത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ കേൾവി പരിമിതർക്കായി പ്രവർത്തിക്കുന്ന ഏക കോളേജാണ് പുളിക്കൽ എബിലിറ്റി. ആ ക്യാമ്പസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷമീർ ആണ് ഈ പ്രയത്നത്തിന് ചുക്കാൻ പിടിച്ചത്. ഇവിടെ നമ്മൾ ഈ മാറ്റർ കൊടുത്ത സമയത്ത് ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ അവർ തരാൻ തയ്യാറായില്ല. പാറ്റൻറ്റ് അവരെന്താണ് ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് തരില്ല. പിന്നീട് നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ പതുക്കെ അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തി അതിൻ്റെ വാക്കുകൾ കടമെടുത്തിട്ട് അതിനെ നമ്മൾ ടീച്ചേഴ്സിനെ ഒരു റസാഖ് സാറ് അതോടൊപ്പം തന്നെ ഒരു വാഹിദ് സാറ് രണ്ടുപേരും ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന ഈ സൈൻ ലാംഗ്വേജിന് അവരുടെ സഹായം കൂടി തേടിക്കൊണ്ട് നമ്മൾ ഇവർക്ക് ഇതിൻ്റെ ഓരോ വാക്കുകളും ബോർഡിൽ എഴുതി കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിൻ്റെ സ്റ്റെപ്പ് കാണിച്ചു. അതിൻ്റെ ലാംഗ്വേജ് ഇൻ്റർനാഷണലും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലേക്ക് മാറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തപ്പം അതിന് നമ്മൾ ടുഗദറായി ചെയ്തപ്പം അതിന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള, അതായത് ഇത്രയും ഭംഗിയാവുന്നത് നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ രസകരമായിട്ട് നല്ല ചുവടുകൾ, വ്യക്തമായ ചുവടുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ നമ്മളെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. എബിലിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ കെ അഹമ്മദ് കുട്ടിയും മറ്റു ഭാരവാഹികളും എല്ലാ പിന്തുണയും നൽകി. ലോകം മുഴുവനും ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ നിന്നും ശ്രവണ പരിമിതരായിട്ടുള്ള ആളുകളും അതിൽ നിന്ന് വിഭിന്നരല്ല. അവരും അതേ രൂപത്തിൽ തന്നെ അതിനെ ആസ്വദിക്കുകയും അത് ഉണ്ട് എന്നതാണ് ഈ ഗീതത്തിലൂടെ വരുന്നത്. തന്നെയുമല്ല, ഇത്തരം ഒരു ഗീതത്തെ ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നതോടുകൂടി ശ്രവണശേഷി പരിമിതരായിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഒരു മെസ്സേജ് കൂടിയാണ്. ഞങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും ഞങ്ങൾ മറ്റുള്ളവരെ പോലെ സമാനരാണ് എന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഒരു മെയിൻ സ്ട്രീമായിട്ടുള്ള അവരുടെ ഒരു ഉൾച്ചേർക്കൽ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇവരെ ഉൾച്ചേർക്കുന്നതിൻ്റെ ഒരു ഘടകം കൂടിയാണിത്. അങ്ങനെ പ്രിൻസിപ്പലും അധ്യാപകരായ കെ ഇ രശ്മിത, കെ പി സഹല യാസ്മിൻ, MC സുബിത എന്നിവർ ആ പാട്ടിനെ ഇന്ത്യൻ ആംഗ്യഭാഷയിലേക്ക് മാറ്റി. ദിവസങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. പിന്നീടാണ് വീഡിയോ ചിത്രീകരിച്ചത്. ഈ ഒരു വേൾഡ് കപ്പ് സോങ് വന്ന സമയത്ത് നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പ്രിൻസിപ്പൽ സാറ് എന്നെ വിളിച്ചു. അപ്പോൾ സാറെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ സോങ് നമ്മൾ സൈൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, നമ്മുടെ കുട്ടികൾക്ക് അത് ബാക്കി എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് ഈ സോങ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പം അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്യാമെന്ന് സാറത് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പം ടീച്ചേഴ്സ് പറഞ്ഞു ശരി നമുക്ക് നോക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുട്ടികളെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു വലിയൊരു പാട്ടൊക്കെ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ സൈനിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ അവർ ആദ്യം ഒന്ന് മടിച്ചു നിന്നു, അതെ ഇപ്പം എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക എന്നവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചാൽ നിങ്ങളെ അത് നിങ്ങൾ അതേപോലെ കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം 2-3 പേരൊക്കെ വന്നുള്ളൂ. പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ അവർ 7 പേര് വന്നു. പിന്നെ ബാക്കിയൊരു ടീം ഉണ്ടായിരുന്നു, അവർ ഡാൻസും കൂടെ ചെയ്തു. അങ്ങനെ നമ്മളൊരു കളർഫുൾ ആക്കിയിട്ടൊരു പ്രോഗ്രാം ആക്കാമെന്ന് വിചാരിച്ചു. അത് പക്ഷേ ഇത് ഇത്രയും വലിയൊരു സക്സസ് ആവുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഐഡിയ നമ്മളെ പ്രിൻസിപ്പളാണ് നമുക്ക് തന്നത്. ഇങ്ങനെ വേണം, നമ്മളെ കോളേജ് ഇങ്ങനെ ആയി പോരാ, നമ്മളെ കുട്ടികളെ പറ്റി എല്ലാവരും അറിയണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് സഹല മിസ്സാണ് ഇതിൻ്റെ ലിറിക്സൊക്കെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ആ വരിയൊക്കെ കാണിച്ചു കൊടുത്തത്. കൂടാതെ സൈനൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇതൊരു ഓർഗനൈസ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാക്കിയത്.
ഒരുപക്ഷെ ഇതൊരു വേറിട്ട ചരിത്രമായി രേഖപ്പെടുത്താൻ അധിക കാലം വേണ്ടിവരില്ല. സ്പോർട്സ് ഡെസ്ക്, എയർ 1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.